Hello guys, welcome to our YouTube channel. ഹലോ ഗൈസ്, അത് മുത്തത് അടുക്കളയിൽ നിന്ന് ഫുഡ് ആക്കുന്നുണ്ട്, രാത്രിക്കത്തെ ഫുഡ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഉണ്ടാക്കുന്നതെന്ന്. വാ, അപ്പോൾ നമുക്ക് പൊരിച്ച് ചോദിക്കാം എന്താ ഫുഡ് എന്ന് കേട്ടോ. നോക്കാലോ. എന്തായി മുത്ത, എന്തിയ ഫുഡ് എന്ന്? ചിക്കൻ ബിരിയാണി വെക്കാൻ പോവാന്ന്. കാല് മാത്രമേ കാണുന്നില്ലല്ലോ. നമ്മളെടുത്ത് വാങ്ങിയാൽ ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ലെഗ് പീസ് മാത്രം ഇട്ടിട്ട് ബിരിയാണി വെക്കുന്നത്. ഇവിടെ ലെഗ് പീസ് പിന്നെ ബ്രസ്റ്റ് പീസ് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങാൻ കിട്ടല്. പിന്നെ ഇവിടുത്തെ ചിക്കൻ തൊലിയോട് കൂടിയിട്ടാണ് കിട്ടല്. ഇവിടെയുള്ള ആൾക്കാർ തൊലിയോട് കൂടി കഴിക്കും. പക്ഷെ നമുക്ക് ആ തൊലി കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലോണ്ട് നമ്മൾ ആ തൊലി എടുക്കും. അപ്പോൾ ഉള്ള ചിക്കൻ പീസ് വെച്ചിട്ട് നമുക്കൊന്ന് ബിരിയാണി വെക്കാം. ആര് വെക്കും? കുഞ്ഞാട്ടം വെക്കും. ഞാൻ വെക്കില്ല. മുത്തിന്റെ സ്പെഷ്യൽ ബിരിയാണി നമുക്ക്. എന്തേ ഇത് സഹായം വേണോ? എന്നാ പാത്രം ചൂടാക്കാൻ വെച്ചു. ഏത് പാത്രം? അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ പീസ് എല്ലാം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചു. അതേപോലെ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ടും വെച്ചു. ഈ പാത്രല്ലേ? കഴുകിത്തരാം. ചെറുത് വേണ്ടല്ലോ. വേണ്ട, ഒന്നിച്ചാക്കുന്നു. ദം ബിരിയാണി ആക്കുന്നതാ? ഇന്ന് ബസ്മതി റൈസ് ഉണ്ടോ കേട്ടോ? ബസ്മതി റൈസാ? പക്ഷെ ടേസ്റ്റ് നമ്മളെ റൈസാണ്. അത് ഞാൻ നേരത്തെ ഫ്രൈഡ് റൈസ് ആക്കാന്ന് പറഞ്ഞ് എടുത്തു വെച്ചു. ഓ, അയ്യാ തുറത്തണ്ടേ? റെഡി. അങ്ങനെ ഐശ്വര്യമായിട്ട് പാത്രം തീമാക്കാൻ പോകുന്നു. ചൂടാട്ടല്ല, അതുവരേക്ക് ഒരു ഇടവേള. പാത്രം ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചോ? തുടങ്ങിക്കോ. എന്ത് വെള്ളുള്ളിയാണ് കേട്ടോ? വെള്ളുള്ളിയാ? ചുവന്നുള്ളി. വെള്ളുള്ളിയാ വെള്ളുള്ളിയാ? വെള്ളുള്ളിയാ. മറ്റേ ഉള്ളി മിനിയാന്ന് കിട്ടിയിട്ടല്ലോ. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വെള്ളുള്ളിയാണ്. എപ്പോഴെങ്കിലും മാത്രമാണ് മാർക്കറ്റിൽ നിന്ന് ഈ ചുവന്നുള്ളി കിട്ടുന്നത്. അങ്ങനെ മുത്തിന്റെ ബിരിയാണി തുടങ്ങിയിരിക്കുന്നു. എത്ര സമയം വേണം മുത്ത ബിരിയാണിക്ക്? ഒരു മണിക്കൂർ. 1 മണിക്കൂറോ? 1 മണിക്കൂറിന് വേണോ? അതിൽ കുറച്ച് ചുവന്നുള്ളി ഉണ്ടല്ലോ. അത്രയും ഉണ്ടായിട്ടും പിന്നെ സാലഡ് ആക്കാൻ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം. നമ്മൾ ചുവന്നുള്ളീൻ്റെ അത്ര ടേസ്റ്റ് വെള്ളുള്ളിക്ക് കിട്ടൂല. പിന്നെ അത് നന്നായി കാഞ്ഞു വരാനും കുറേ സമയം എടുക്കും. നമ്മൾ ചുവന്നുള്ളി കായുന്ന പോലെ അത് കായും ചെയ്യൂല. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോ. പക്ഷെ എന്നാലും ഈ ഉള്ളി അത്രേ പാടും. നല്ല രീതിയായിട്ട് ഞാൻ നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന്. കുറച്ച് സമയം എടുക്കും വെള്ളുള്ളി ആയതുകൊണ്ട്. വെള്ളുള്ളി പെട്ടെന്ന് വാടുന്നില്ല അല്ലെ? കുറച്ച് അധികം സമയം എടുക്കുന്നല്ലേ? പിന്നെ എന്തായാലും ആ ഒരു നിൽക്കും. നമ്മൾ ആ ചുവന്നുള്ളി ഇങ്ങനെ ഇതായ പോലെ ആവില്ല. ചുവന്നുള്ളി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം വാങ്ങി വെക്കും. എങ്ങനെ പിന്നെ അത് കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യും. സഹായിട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഇത് നമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിയാമ്പില ഫ്രീസ് ചെയ്ത് വെച്ചാണ്. ഇവിടെ കരിയാമ്പില ഇല്ല, അപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് കരിയാമ്പില, വെള്ളരിക്ക, മുരിങ്ങാക്കോല് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ വിൽക്കുന്നത് കണ്ടിട്ടില്ല. അതൊന്നും ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. എന്താ ഇളക്കണ? വേണ്ട. ഒരു പ്രാവശ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നി. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇഞ്ചിയും
വെളുത്തുള്ളി വാങ്ങിയിട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ എടുക്കലാന്ന് ചെയ്യല്. എളുപ്പല്ലേ എടുക്കട. കുഞ്ഞാട്ടോ ഒന്ന് ഇളക്കോ, കുഞ്ഞാട്ടാ ഒന്ന് ഇളക്കോ, പൊടി എടുക്കട്ടെ. നല്ല മണോലം വരുന്നുണ്ടല്ലോ. ജിഞ്ചർ ഗാർലിക്. പച്ചമുളകില്ല, പകരം ചുവന്നമുളകാ. ചുവന്നമുളക് ഇടാ. ഇവിടുത്തെ ബിരിയാണിയെല്ലാം പിന്നെ ശരിക്കും പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി അല്ലേ? അതെ, നമ്മളെ നാട്ടിലെ പോലെ എല്ലാം ഇട്ടിട്ടുള്ള ബിരിയാണി ഒന്നും അല്ല. പിന്നെ ബിരിയാണി തിന്നാൻ തോന്നുമ്പോ പേരിന് ബിരിയാണി അല്ലെ, ബിരിയാണി തിന്നാൻ തോന്നുമ്പോ വേറെ വഴിയില്ലായിരിക്കുമ്പോ കിട്ടുന്ന സാധനം കൊണ്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഒരു ബിരിയാണി. ഇപ്പൊ പിന്നെ അരിയില്ലോണ്ട് ഇല്ല, കുഴപ്പമില്ല. അരി ഉള്ളതുകൊണ്ട്. എന്താ അരിയില്ലോണ്ട്? ചെറിയ അരി കൊണ്ടുവന്നോണ്ട്. നാട്ടിൽ നിന്ന് ഓടുന്നോണ്ടല്ലേ. മുറ്റ തക്കാളി കേട്ടോ. തക്കാളി. ഇതിലേക്ക് തന്നെ അരി ഇട്ടിട്ട് വഹിക്കുന്നതോ അതോ വേറെ തന്നെ ചോറ് വെച്ചിട്ട് ദമ്മാക്കുന്നതാ? അതിലേക്ക് തന്നെ ഇടാം, ഇല്ലെങ്കിൽ ചോറിന മസാല പിടിക്കണ്ടേ. ബസ്മതി റൈസ് അല്ലേ. കുറച്ച് തീ കൂട്ടി വെച്ചു കേട്ടോ. പിന്നെ ആവുന്നില്ല, അത് സ്ലോ. അയ്യോ പൊടിയുടെ കുറച്ചൊക്കെ ഉണ്ട്. അരി വേവിച്ച ശേഷം മസാലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരി മസാലയിലിട്ട് വേവിക്കുമ്പോൾ നല്ലോണം വെന്ത് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അരി സെപ്പറേറ്റ് വേവിച്ച് ഊറ്റിയിട്ട് രണ്ടാമത് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അരി വേവിക്കാൻ വെക്കുന്നു. ഞാൻ സാധാ ഈ പാത്രത്തിലാണ് കേട്ടോ എല്ലാ അരിയും വേവിക്കുന്നത്. അത് ഉച്ചക്കത്തെ ചോറിൻ്റെ അരി ആയാലും എല്ലാം ഇല്ല തന്നെയാണ്. കുറച്ച് ഉപ്പിട്ടിട്ട് ഊറ്റിയെടുക്കുന്നതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നമില്ല അല്ലേ? ഇല്ല. കുറച്ച് കറുവപ്പട്ട ഗ്രാമ്പൂ അതിലിട്ട് കൊടുക്കാം ഈ ചോറിലേക്ക് തന്നെ. അപ്പം നമുക്ക് പൊടിയിടാം. എന്തെല്ലാം പൊടി ഇടുന്നേ? കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന ഒരിളക്കം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചോറിടാവുന്നുണ്ടോ? ചോറ് വേവും തിളക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് തൈരും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് കേട്ടോ എടുത്ത തൈര്. തൈരല്ല, യോഗർട്ട്. പ്ലെയിൻ യോഗർട്ട്. ഇവിടെ തൈര് കിട്ടുന്നില്ല അല്ലേ? ഇത് തന്നെ ഇടക്കിട്ടും പ്ലെയിൻ യോഗർട്ട്. മസാല ആയപ്പോ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇല്ലെങ്കിൽ മസാല ഉള്ളിലേക്ക് പിടിക്കൂലല്ലോ, അതുകൊണ്ട് വരഞ്ഞിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് വലുതാണ് ചിക്കൻ പീസ്. ടേസ്റ്റ് നോക്കാനാകുമ്പോൾ പറയണം കേട്ടോ. പറയാം. ജസ്റ്റ് ഇതൊന്ന് അടച്ചാക്കാം ചെറിയ തീയിലല്ല ചിക്കൻ്റെ വെള്ളം. എന്താ ഇവിടുത്തെ മസാല തുറന്ന് കാണിക്കുമായിരിക്കാം. മസാല റെഡി ആവുന്നുണ്ട്. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട്. കൈ കുറച്ച് മാറ്റുക, കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ മസാല എന്ന് പറഞ്ഞെങ്കിൽ ആയിട്ടില്ല, കുറച്ചും കൂടി വേവാനുണ്ടല്ലേ. ചിക്കൻ പീസ് അരി അപ്പുറത്ത് തിളക്കുന്നുണ്ട്. അതിപ്പോൾ 2 മിനിറ്റ് അതിനുള്ളിൽ ചോറ് റെഡി. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ പകുതി പണിയായിട്ടു അല്ല, ഇനി ഇതായിക്കഴിഞ്ഞാൽ വേണ്ട. എന്നാലും നമുക്ക് വിശക്കാൻ തുടങ്ങി. ചായ കുടിച്ചിട്ടേ ചായ മതിയായില്ല. ബിരിയാണി കാണുമ്പോൾ ബിരിയാണി എന്നാണല്ലോ. സമയം ലേറ്റ് ആയി. അതുകൊണ്ട് എത്ര സമയമായി ഇപ്പോൾ? നമ്മൾ ഫുഡാക്കാൻ തുടങ്ങാൻ തന്നെ ലേറ്റ് ആയില്ലേ. നമ്മൾ അധികം ഒരു 8 മണി കഴിഞ്ഞിട്ട് രാത്രിക്കത്തെ ഫുഡ് തുടങ്ങാറില്ല. അതുകൊണ്ടാണ്
ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ബിരിയാണിയാണ്, അതിന് വെല്ലാൻ വേറൊന്നുമില്ല. പക്ഷെ ഇവിടെ ഹോട്ടലിൽ ഇത് തന്നെയല്ലേ റൈസ് എന്ന് പറയുന്നത്. പക്ഷെ ആ ടേസ്റ്റ് ഉണ്ടാകുന്നു ഹോട്ടലിൽ. അത് ഇവിടുത്തെ ഹോട്ടലല്ലെന്ന് പറഞ്ഞെങ്കിൽ നമ്മള് കേരള ഹോട്ടലല്ലല്ലോ, അല്ല, നോർത്ത് ഇന്ത്യൻ, പഞ്ചാബി, പഞ്ചാബ്, ഗുജറാത്ത് അങ്ങനെല്ലാം അടുത്തെല്ലാം ഒരു ചെയ്യുന്ന ഹോട്ടലാണ്. അപ്പൊ അവരെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബസ്മതി റൈസ്. അപ്പം നമ്മുടെ ചോറ് റെഡി. നീന ഊറ്റി വെക്കാം. ഇനി കുറച്ച് വേവാനുണ്ട്, അത് മറ്റേ കറിയിലേക്ക് ഇടുമ്പോൾ ശരി. അപ്പൊ ബിരിയാണിക്ക് വേണ്ടി ചോറ് റെഡിയായി അല്ലേ? ചോറ് റെഡി. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോഴേക്ക് സാലഡ് ആക്കിക്കോ. സാലഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഉള്ളി മുറിച്ചിട്ട് അതിലേക്ക് നാരങ്ങ വീയലാണ് നമ്മൾ. തൈര് കുറവാണ് എടുക്കരുത്. തൈരിനെക്കാളും ടേസ്റ്റ് ചെറുനാരങ്ങ ചെറുനാരങ്ങ. തൈരാക്കുമ്പോൾ മറ്റേ തക്കാളി, ക്യാരറ്റ് അതെല്ലാം ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ്. പക്ഷെ ചില ആൾക്കാർക്ക് ഇഷ്ടം തൈരായിരിക്കും. ശരിക്കും സമയത്രേ 10:30 നാട്ടിലെ സമയം പറഞ്ഞാൽ മതി. 9 മണി. 9:40. 9:40 നാട്ടിലെ 9:40 പറഞ്ഞാൽ മതി, അപ്പൊ പ്രശ്നമില്ല. അപ്പോൾ നല്ല അത്ര വലിയൊരു സമയമായിട്ടല്ലോ. ടൈറ്റാ. അല്ല, നമ്മുടെ നാട്ടിലെ സമയം വെച്ചിട്ട് തന്നെയല്ലേ ഉറങ്ങല് എണീക്കലും എല്ലാം. എണീക്കല് നാട്ടിലല്ല, എണീക്കല് എടുത്ത സമയം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കാം. മസാല റെഡിയായ കാണിച്ചു. മസാല ready. അപ്പൊ ഇതാണ് നമ്മളെ മസാല ഇതിന്റെ മുകളിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാം അല്ലേ? അല്ലേ? ഇതാണ് മുത്തിന്റെ ദമ്മിടൽ അല്ലേ? ദം എനിക്കറിയുന്ന പോലെ ഞാൻ വെച്ചു. തീ കുറച്ച് കുറച്ചോ? കുറച്ച് വറുത്ത മുന്തിരിയും കരട്ടിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ബിരിയാണി ഏകദേശം റെഡി ആവാൻ പോകുന്നുണ്ടല്ലേ? ഇനി കുറച്ച് നെയ്യ് കൂടി. നെയ്യ് ഇത് മിൽമ നെയ്യല്ലേ? മിൽമാക്കി. ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും മിൽമ നെയ്യെല്ലാം കിട്ടുമെന്ന്. ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഏകദേശം സംഭവം റെഡി ആയി അല്ലേ? പൈനാപ്പിൾ വേണ്ടേ? വേഗം കട്ടാക്കിയിട്ടുണ്ട്. പൈനാപ്പിൾ ഭയങ്കര ഉറപ്പുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് ഫ്രീസറിന് എടുത്തു വെക്കാൻ മറന്നുപോയി. കുറച്ച് നേരത്തെ എടുത്തു വെക്കണമായിരുന്നു. മിനിഞ്ഞാന്ന് നമ്മൾ വാങ്ങിയിട്ട് ഫ്രീസറിൽ വെച്ചേ. ഇത് നമ്മളെ മറ്റേ ഇതുപോലെ ഉണ്ട്, എന്ത് മൈസൂർ പാക്കലം പോലെ ഉണ്ടല്ലേ? അപ്പോൾ ഫൈനൽ ഡെക്കറേഷനിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ബിരിയാണിയിൽ. എന്നിട്ട് നല്ലൊരു മണം വരും, നല്ല ടേസ്റ്റ്. പൈനാപ്പിളിൻ്റെ മണം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നേ ബിരിയാണി ചെമ്പോട് കൂടി കൊണ്ടുവന്നിരിക്കുന്നു. സാലഡ് എടുത്തോ. അപ്പോൾ കഴിച്ചാലോ? കഴിക്കാം, വാ. റെഡി ആയില്ലേ? അപ്പം നമ്മൾ ബിരിയാണി വിളമ്പും. അപ്പം ഇതാണ് നമ്മൾ ബിരിയാണി. യെസ്, വിളമ്പിക്കോ. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. സാലഡ് വിളമ്പിക്കോ. കഴിക്കാം അല്ലേ? ചോറ് ഏത് ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കുക? ഞാൻ നോക്കിയിട്ട് പറയണ മുത്തിൻ്റെ ബിരിയാണിയുടെ ടേസ്റ്റ് നോക്കുന്നതാണ്. അപ്പോഴും നല്ല പൈനാപ്പിളിൻ്റെ മണം നല്ല ഉണ്ട്.
നല്ല മസാല. അടിപൊളിയല്ലേ? അടിപൊളി. എപ്പോഴും ഇങ്ങനെ ആക്കാം അല്ലേ? അരി മാറ്റണം ഇനി അടുത്ത പ്രാവശ്യം. നമ്മളെ ജീരകശാല റൈസ് ആണെങ്കിൽ ഇതിനും ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? നമ്മൾ തിന്നിട്ട് സൗണ്ട് അലോണം പോകുന്നുണ്ടാവും അല്ലേ അതിൽ ക്യാമറയിൽ? അപ്പോൾ ഓക്കെ, അടിപൊളി. ബൈ ബൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.